لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ. Hello everyone, assalamu alaikum, welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. So today's video is all about, it's a very small weekend vlog including some days of purchases. That's it. നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ദുബായ് മാളിൽ പോയാൽ എപ്പോഴും വിചാരിക്കുന്നതാണ്, കുറേ ആയി ദുബായ് മാളിൽ ഡേയ്സോയിൽ പോയിട്ട്. ലാസ്റ്റ് ടൈം ക്രോക്കറി പർച്ചേസ് വ്ലോഗ് കാണിച്ച സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായ് മാളിൽ ഡേയ്സോയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരണമെന്ന്. സോ ഇറ്റ്സ് എ വെരി സ്മോൾ വീഡിയോ അബൌട്ട് ഡേയ്സോ ജപ്പാൻ ദുബായ് മാൾ. എനിക്ക് സെറാമിക് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കിച്ചണിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡെയിലി ഐറ്റംസ് ഒക്കെ. സോ UAE വന്നിട്ട് കുറേ ഷോപ്പിൽ കയറുമ്പോൾ എപ്പോഴും എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എപ്പോഴും വാങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ഒരുപാട് സ്ഥലത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡേയ്സോയിലെ പ്രൊഡക്ട്സ് ഇറ്റ്സ് റിയലി സ്പെഷ്യൽ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും. അതുമാത്രമല്ല പെട്ടെന്നൊന്നും താഴെ വീണാൽ പൊട്ടിപ്പോകുമൊന്നുമില്ല. ഞാനിപ്പോൾ അറൗണ്ട് ഒരു 5 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡേയ്സോയിലെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് UAE ഏറ്റവും നല്ല കളക്ഷനുള്ള ഡേയ്സോ ജപ്പാൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ സിറ്റി സെൻട്രൽ ദേരയിലെ ഡേയ്സോ ജപ്പാൻ എന്ന് പറയും. ദേ ഹാവ് അമേസിങ് കളക്ഷൻസ്. എനിക്ക് തോന്നുന്നു ദുബായ് മോളിൽ പോലും അത്രയും നല്ല കളക്ഷൻസ് ഒന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേയ്സോയിലെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു റെയർ ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു പ്രൊഡക്റ്റും ലാബിലില്ലാത്തത് നമുക്ക് 7.5 ദിറംസിന് കിട്ടും. ലാബിലുള്ള പ്രൊഡക്ട്സിൻ്റെ മുകളിൽ അതിൽ അവർ പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ വളരെ അഫോർഡബിൾ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ നല്ല ക്രോക്കറി ഐറ്റംസ് നമുക്ക് ഡേയ്സോന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ 11th of May 2025 സൺഡേ, എനിക്ക് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്താൽ, പ്രത്യേകിച്ച് കിച്ചണിലേക്കൊക്കെ വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പർച്ചേസ് ചെയ്താൽ അത് യൂസ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. സോ മോർണിംഗ് സുബഹ് നിസ്കാരം കഴിഞ്ഞ് ക്വിക്കായിട്ട് ഇത് നിങ്ങൾക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തന്നതിൻ്റെ ശേഷം ഒരു ബനാന കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഈ ഒരു 3 പ്രൊഡക്റ്റായിരുന്നു ഞാൻ ഡേയ്സോന്ന് പർച്ചേസ് ചെയ്തത്. ഞാനൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തിങ്ക് ചെയ്യും, അതിൻ്റെ ക്വാളിറ്റി, അത് എത്രത്തോളം തിക്നെസ് ഉണ്ട്, താഴെ വീണാൽ പെട്ടെന്ന് പൊട്ടുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഒരു പ്രൊഡക്റ്റ് എപ്പോഴും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്യാറുള്ളൂ. അതുമാത്രമല്ല കഴിഞ്ഞ വീക്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മന്തിൽ പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് നോക്കി വെച്ച സാധനങ്ങളായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് മന്ത് വാങ്ങുന്നതൊക്കെ. സോ ക്രോക്കറി ഐറ്റംസ് അല്ലെങ്കിൽ സെറാമിക് പോലെയുള്ള ഐറ്റംസ് എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റ് ലാസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഹോം ബോക്സിലെയും ഹോം സെൻറ്ററിലൊക്കെ സെറാമിക് ഐറ്റംസുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഡേയ്സോയിലെ പ്രൊഡക്ട്സിന് എപ്പോഴും കുറച്ചുകൂടി ഹെവിനെസ് കൂടുതലായിരിക്കും. മീൻസ് കുറച്ചുകൂടി നല്ല സെറാമിക് പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഡെസ്റ്റോ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സെറാമിക് ക്രോക്കറി ഐറ്റംസിനോട് ഒരുപാട് ക്രേസായിട്ട് തോന്നുന്ന ആൾക്കാർ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഡേയ്സോ പോലുള്ള പ്ലേസിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ദേ ഹാവ് അമേസിങ് സൂപ്പർ ക്വാളിറ്റി ഐറ്റംസ്. വളരെ സിമ്പിൾ ആൻഡ് ക്വിക്കായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 2 to 3 days ആയിട്ട് ഞാൻ ഷുഗറി ആയിട്ടുള്ള എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ടുഡേ ഐ എം ഗോണ മേക്ക് എ വെരി സ്വീറ്റ് ആൻഡ് യമ്മി ബനാന കേക്ക്.
ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി. സോ സ്പെഷ്യലായിട്ടൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഷുഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ചേർക്കാൻ പറ്റും. സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. എൻ്റെ കയ്യിൽ ഡേറ്റ്സ് സോക്ക് ചെയ്തത് ഉണ്ടായിരുന്നില്ല ആൻഡ് ക്വിക്കായിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യണം ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് 5:15 or 5:20. കറൻ്റ്ലി ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല, ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ട്രൈ ടു അവോയ്ഡ് ബേക്കിംഗ് സോഡ. ടോഡ്ലേഴ്സും കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ടു ഡേഞ്ചറസ്. ആൻഡ് ഈ ഒരു ഡോ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 100 ml മിൽക്ക് കൂടി, റൂം ടെമ്പറേച്ചർ മിൽക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ആൻഡ് യമ്മി റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. എയർ ഫ്രയർ ആണ് ഞാൻ കൂടുതലും ബേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും വരുന്ന ഒരു കമൻ്റാണ് എയർ ഫ്രയറിൽ എത്ര ടെമ്പറേച്ചറിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതെന്ന്. ആക്ച്വലി ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് എയർ ഫ്രയർ ആണോ ഇരിക്കുന്നത് അതനുസരിച്ചിരിക്കും. ബിക്കോസ് ഓരോ ബ്രാൻഡിൻ്റെ എയർ ഫ്രയറിലും ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലും ഡിഫറെൻറ്റ് ടൈമിലും സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബേക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ചെയ്യുന്നത് എപ്പോഴും പോട്ടിലാണ്. ഞാൻ ലൈക്ക് സെറാമിക് പോട്ട് പോലെയുള്ള ഐറ്റംസിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ 160 or 170 ഡിഗ്രിയിൽ 30 minutes ആണ് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം. ഇനി പോട്ടിലല്ല, ട്രേ മൗൾ പോലെയുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ 150 ഡിഗ്രിയിൽ 30 minutes വെച്ചാൽ മതി. സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന ആ ഒരു ട്രേ മൗൾഡ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. സെറാമിക് പോട്ടിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം മാത്രം ഡോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്തിട്ടെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്കി ആയിട്ട് നമുക്ക് കിട്ടാത്ത രൂപത്തിൽ അത് ഫോം ചെയ്യും. മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാതെ പോവുകയും ചെയ്യും. സോ ഇതുപോലെ ബട്ടർ പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനും കുറച്ചുകൂടി ഈസിയാണ്. ഈ ഒരു കേക്ക് പെർഫെക്റ്റ് ആയിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്. അതിനുള്ള മെയിൻ എക്സാമ്പിളാണ് നമ്മൾ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ടൈമിങ്ങിലോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഇറ്റ്സ് എ വെരി സിമ്പിൾ 5-minute റെസിപ്പി. അൽഹംദുലില്ലാ ഇറ്റ് കുക്സ് വെരി വെൽ. നല്ലതായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും നല്ലതായിരുന്നു. ബിക്കോസ് 5-minute റെസിപ്പി ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ മുന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് ടൈം എടുത്ത് ഒരു ഡീപ്പ് റെസിപ്പി വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്നത്. അൽഹംദുലില്ലാ ഇറ്റ് കംസ് ഔട്ട് വെരി വെൽ. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചോക്ലേറ്റ്സ് അതുപോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി യമ്മിയാക്കി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇറ്റ്സ് 9 AM. നല്ലൊരു ബാത്തൊക്കെ കഴിഞ്ഞ് മോന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് മൈ ഡേ. ആക്ച്വലി ഒരു 2 to 3 days ആയിട്ട് ഭയങ്കര ലേസിനെസ് ഫീൽ ചെയ്യുക. ഈ ലേസിനെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് ഐ ഫീൽ വെരി ലൈക്ക് ടയേർഡ് and I'm not feeling well. That kind of stuff is also happening. So അങ്ങനെയുള്ള ഒരു ഡേയിൽ ഞാൻ കൂടുതലും ചെയ്യുന്നത് നമ്മളെ അൽബക്കറ സൂറത്ത് വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് യുനോ അൽബക്കറ നമ്മൾ വീട്ടിലിടുന്ന സമയത്ത് അല്ലെങ്കിൽ അൽബക്കറ കൂടുതലായിട്ട് റിസൈറ്റ് ചെയ്യുന്ന പാരായണം ചെയ്യുന്ന വീടുകളിൽ ഷെയ്ത്താന് വരാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ദ സെക്കൻഡ് തിങ്, മലക്കുകൾ ഇറങ്ങി വന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ തരും. സോ അൽബക്കറ ഹാവ് ലോഡ് ഓഫ് ബ്യൂട്ടിഫുൾ അഡ്വാൻറ്റേജ്. സോ ഇതുപോലെ ലേസിനെസ് ആൻഡ് എന്തെങ്കിലും ചെയ്യാൻ മടി കാണിക്കുക, വീട്ടിൽ ഭയങ്കര ലേസി ആയിട്ട് ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സമയത്ത് അൽബക്കറ സൂറത്ത് എനിക്ക് ഭയങ്കര റിലീഫ് തരാറുണ്ട്. സോ ഐ എം ജസ്റ്റ് പ്ലേയിങ് ദ ഹോൾ സൂറ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ലാസ്റ്റ് വീഡിയോയിൽ 2-3 ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിസ്കരിക്കാനൊക്കെ ഭയങ്കര മടിയാലല്ലോ, നിസ്കരിക്കാനും അല്ലെങ്കിൽ നിസ്കാരം നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പ് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഐ ഡോണ്ട് നോ ഞാനിതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റിയ ഒരാളാണോ എന്ന്. പക്ഷേ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. കുഞ്ഞിലേ ഞാനൊക്കെ വളരുമ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു നിസ്കരിക്കാതിരുന്നാൽ പഠിച്ചോ നമ്മൾ ശിക്ഷിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ വളർന്നിരുന്നത്. ഇറ്റ്സ് ട്രൂ, ബട്ട് സ്റ്റിൽ നിസ്കരിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ടൈം എടുത്തു. സോ നമ്മളുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ കൂടുതലും ലേസിനെസ് ആക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് തീർച്ചയായും ഷെയ്ത്താൻ്റെ ഒരു കണ്ടന്റ് തന്നെയാണ്. സോ ആ ഒരു കണ്ടന്റ് നമ്മളെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ സോളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ മൈൻഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുന്ന സമയത്ത് ഈ ലേസിനെസ്സും നിസ്കരിക്കാനുള്ള മടി, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളോടുള്ള മടുപ്പ്, ഈ സംഭവങ്ങളൊക്കെ മാറും. സോ അൽബക്കറ സൂറത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും അതിനൊരു വലിയ ആൻസറായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ബക്കറ സൂറത്ത് ഡെയിലി വീട്ടിൽ റിസൈറ്റ് ചെയ്യുമ്പോൾ പടച്ചോന് മലക്കുകളെ കൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ ഏറ്റവും വർദ്ധിപ്പിച്ച് തരും. അതിനൊരുപാട് ഹദീസുകളും ഒരുപാട് ചരിത്ര ബുക്കുകളിലൊക്കെ അതിന് തെളിവായിട്ട് പറയുന്നുണ്ട്.
സോ ഇതുപോലെ ലേസിനെസ് ഫീൽ ചെയ്യാണ്, ഒരു നെഗറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് അൽബക്കറ സൂറത്ത് വീട്ടിലൊന്ന് റിസൈറ്റ് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലേ ചെയ്യിക്കുക. നമ്മളെടുക്കുന്ന വർക്കിനിടയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കിടയിലാണെന്നുണ്ടെങ്കിലും അതവിടെ പതിയെ കിടന്ന് പ്ലേ ആയിക്കോട്ടെ. ഖുറാൻ പ്ലേ ചെയ്യുന്ന വീട്ടിൽ അല്ലെങ്കിൽ ഖുറാൻ റിസൈറ്റ് ചെയ്യുന്ന വീട്ടിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻ നമ്മളെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യും. ടയർഡ്നെസ്, ലേസിനെസ് പോലുള്ള ഐറ്റംസൊക്കെ നമ്മളെ ലൈഫിൽ നിന്ന് പോവും. സോ ട്രൈ ടു ഡു ഇറ്റ്. പഠിച്ചവൻ്റെ മലക്കുകൾ അനുഗ്രഹങ്ങൾ നൽകുന്ന വീട്ടിൽ എങ്ങനെയാണ് ശൈത്താന് നിൽക്കാൻ പറ്റല്? സോ യാ, do it and let me know in the comments, inshallah. Okay, now back to the topic. ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാനൊരു കംപ്ലീറ്റ് ഡിസാസ്റ്റർ മേക്ക് ഓവർ നടത്തിയിട്ടുണ്ടായിരുന്നു കിച്ചണിലെ. ഒരുപാട് ആൾക്കാർ നല്ലതായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ പ്രീവിയസ് ലുക്കാണ് നല്ലതെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും പ്രീവിയസ് ലുക്ക് കുറച്ചുകൂടി ഓക്കെ ആയി തോന്നിയതുകൊണ്ട് ഞാനൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കിച്ചണൊക്കെ ടോട്ടലി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം അപ്ലോഡ് ചെയ്ത ടൈനി കിച്ചൺ മേക്ക് ഓവർ വ്ളോഗിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമൻ്റ് ആയിരുന്നു, കിച്ചണിലെ സെറാമിക് ക്രോക്കറി ഐറ്റംസിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്യോ, എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത് എന്നുള്ളത് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് അവിടെ പോയി പർച്ചേസ് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി എൻ്റെ ക്രോക്കറി എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഒരുപാട് ടൈം എടുത്ത് ലൈക്ക് ഒരു 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടപ്പെട്ട് കളക്ട് ചെയ്തതാണ് ഓരോ പ്രൊഡക്ട്സും. നിങ്ങൾക്ക് കിട്ടുമോ ആ ഒരു സ്ഥലത്ത് പോയാൽ എന്നൊന്നും അറിയില്ല, പക്ഷേ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്തായാലും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ആൻഡ് സെറാമിക് പോലെയുള്ള ക്രോക്കറി ഹാൻഡ് വർക്കഡ് ഐറ്റംസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തീർച്ചയായും ഡേയ്സോ ജപ്പാനിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക. ബിക്കോസ് അവിടെ നിന്നാണ് ഞാൻ കൂടുതലും എൻ്റെ സെറാമിക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തത്. ആൻഡ് അൽഹംദുലില്ലാ എവ്രിതിങ് ഈസ് ബാക്ക് ടു നോർമൽ. കിച്ചണിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് തിരിച്ചു വന്നപ്പോൾ ഐ ഫീൽ സോ ഹാപ്പി, ഐ ഫീൽ സോ റിലാക്സ്ഡ്. ഐ ഡോണ്ട് നോ വൈ. ലാസ്റ്റ് ടൈം എനിക്ക് മേക്ക് ഓവർ ഓക്കെ ആയിരുന്നു, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു പ്രീവിയസ് കിച്ചണിൻ്റെ ബ്യൂട്ടി അങ്ങ് നഷ്ടപ്പെട്ട ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് അൽഹംദുലില്ലാ ഇറ്റ്സ് ഫൈൻ നൗ. ആൻഡ് നൗ ഇറ്റ് ലുക്സ് മോർ പെർഫെക്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. അൽഹംദുലില്ലാ ഫോർ എവ്രിതിങ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിന്ന് ഭയങ്കര ലേസി ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ടയേർഡ് ഫീൽ ചെയ്യുന്ന ഒരു ഡേ ആണെന്ന്. ഇങ്ങനെയുള്ള ഡേയ്സിലൊക്കെ ഞാൻ കൂടുതലും ഭയങ്കര സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യൽ. റീസെൻ്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ഡ്രിങ്ക്. ആക്ച്വലി ഇറ്റ് ഇമ്മ്യൂൺ യുവർ ഹെൽത്ത്. സോ ട്രൈ ടു മേക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ് അറ്റ്ലീസ്റ്റ് ഒരു ഡേയിൽ ഒരു ടൈമെങ്കിലും. ജസ്റ്റ് സിന്നമൺ സ്റ്റിക്കിൽ നല്ല ഹോട്ട് വാട്ടർ പോർ ചെയ്ത് ക്ലോസ് ചെയ്ത് ഒരു ½ ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആൻഡ് ഹാവ് ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ലേസി ആൻഡ് ടയേർഡായിട്ട് ഇരിക്കുന്ന ഡേയ്സിൽ ഞാൻ കൂടുതലും ശരിക്കും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ബിക്കോസ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. വീക്കിലി വൺസ് ഒക്കെ ലേസി ആവുന്നതൊക്കെ ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ, ബട്ട് വീക്കിലി 3 to 4 days ഒക്കെ ലേസി ആൻഡ് പമ്പിങ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ നോർമൽ തിങ്. സോ അങ്ങനെയുള്ള ഡേയ്സിൽ ഞാൻ മാക്സിമം ഇതുപോലെ അൽബക്കറൊക്കെ റിസൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അൽബക്കറ വീട്ടിൽ പ്ലേ ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് ലൈക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. പ്രൊഡക്ടിവിറ്റി ലൈഫിൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന ലൈഫിൽ ഡിസിപ്ലിൻ, ഹാപ്പിനെസ്, പീസ്ഫുൾനെസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ പ്രൊഡക്ടിവിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലേസി ആയിട്ടിരിക്കുന്ന ഒരു ഡേനേക്കാളും 100% ബെറ്ററാണ് പ്രൊഡക്ടിവിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ഡേ. ശൈത്താനെ തോൽപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് പോയിന്റ്. സോ ട്രൈ ടു ഡു ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൺ. ഇൻഷാ അല്ലാ നമ്മൾ ആഗ്രഹിക്കുന്ന ഹയർ ആയിട്ടുള്ള എന്ത് കാര്യം നൽകാൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആൾ പഠിച്ചവനാണ്. പഠിച്ചവൻ നമുക്ക് ഹയർ ആയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ഡേയ്സിൽ ഞാൻ കൂടുതലും ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ക്വിക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ലഞ്ചോ ഒക്കെയാണ് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാറ്. എനിക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ഭയങ്കര ഇഷ്ടമാണ്. ഹാവ് ലോഡ് ഓഫ് അഡ്വാൻറ്റേജസ്. സോ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ട് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആൻഡ് ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ബേബി അബൂദിൻ്റെ സെക്കൻഡ് ടൈം നാപ്പ് കഴിഞ്ഞിട്ട് മൂപ്പര് എണീക്കാറായി. എണീറ്റ് കഴിഞ്ഞ ഉടനെ ഒരു ഗ്ലാസ് മിൽക്ക് കുടിക്കും. അതൊക്കെ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ റിസർച്ച് വ്ളോഗ്സ് ഒക്കെ കാണുന്ന സമയത്ത് എനിക്കിഷ്ടപ്പെട്ട റെസിപ്പീസോ ട്രിക്സ് ആൻഡ് ഐഡിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു റൈറ്റഡ് പ്ലാൻ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വെക്കാറുണ്ട്. ഇതുപോലെ ലേസി ആയിട്ടിരിക്കുന്ന ഡേയ്സിൽ കുറച്ചൊന്ന് പ്രൊഡക്ടിവിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വെച്ച് എനിക്ക് എന്ത് സാധനം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ട്രൈ ചെയ്യാറുണ്ട്.
എൻ്റെ ഹസ്ബൻഡിന് നന്നായിട്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ട്. ഒരുപാട് ട്രിക്സ് ആൻഡ് മെത്തേഡ്സ് ഞാൻ ഫോളോ ചെയ്തിട്ടും അതിനൊരു റിലീഫ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ റീസെൻ്റ്ലി ഞാൻ റിസർച്ചിന് വേണ്ടിയിട്ടൊരു വ്ളോഗ് കണ്ടപ്പോൾ അതിന്ന് കിട്ടിയ ഒരു ട്രിക്കായിരുന്നു ഈ ഒരു ഫുഡ്. ഇത് ഉണ്ടാക്കി കഴിച്ചാൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസിന് നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് കണ്ടു. സോ ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ്. സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പിയിലേക്ക് ആകെ 2 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിൽ നമ്മൾ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ലെമൺ. ലെമൺ ചൂസ് ചെയ്യുന്ന സമയത്ത് വേൾഡ് ബെസ്റ്റ് ലെമൺ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. യുറേക്ക ലെമൺസ് ഒക്കെ നല്ല ലെമണാണ്. ഈ ഒരു റെസിപ്പിയിൽ പെർഫെക്റ്റ് ആയിട്ട് അത് മാച്ച് ആവുന്നതും യുറേക്ക ലെമൺസ് ആണ്. സോ യുറേക്ക ലെമൺസ് ഇതുപോലെ സ്ലൈസ് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഗ്ലാസ് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നാച്ചുറൽ ഹണി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് ഫ്രിഡ്ജിൽ ഫെർമെൻ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ഗ്യാസ്ട്രിക് ഇഷ്യൂസിന് അത് പെർഫെക്റ്റ് ആയിട്ട് റിഫ്ലക്ഷൻ നമ്മളെ ബോഡി കാണിക്കുള്ളൂ എന്നും കൂടി ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് ഇത് വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യാം. പ്രൊഡക്ടിവിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസി ആയിട്ടുള്ള ഡേയ്സിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ടൈം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു റൈറ്റ് പ്ലാൻ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വെച്ചാൽ ലേസി ആൻഡ് ടയർഡായിട്ട് ഇരിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റീവായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മൈൻഡിനെ ലൈറ്റായിട്ടുള്ള രീതിയിലെങ്കിലും അത് പീസ്ഫുള്ളായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ട്രൈ ടു ഡു ഇറ്റ്. ആൻഡ് അൽഹംദുലില്ലാ ആഫ്റ്റർ 20 minutes ഓഫ് സ്റ്റീമിങ് എൻ്റെ സ്വീറ്റ് പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ട്. ഇതും ഞാൻ റാൻഡമായിട്ട് ഏതോ ഒരു റിസർച്ച് വ്ളോഗ് കാണുന്ന സമയത്ത് റൈറ്റ് പ്ലാൻ ചെയ്ത് എഴുതി വെച്ച ഒരു റെസിപ്പി ആയിരുന്നു. ഇപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ ഹാവ് ലോഡ് ഓഫ് അഡ്വാൻറ്റേജസ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കുഞ്ഞു മക്കൾക്കാണെങ്കിലും ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് കൂടിയാണ് സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടുണ്ടാക്കുന്ന എല്ലാ റെസിപ്പീസും. സോ സ്റ്റീം ചെയ്തിട്ടെടുക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ബോയിൽ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ വാട്ടറിൽ പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. സോ സ്റ്റീം ചെയ്തിട്ടുള്ള ഇതുപോലത്തെ സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ സ്കിന്ന് നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുക. സ്വീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് സിറപ്പോ നാച്ചുറൽ ആയിട്ടുള്ള ഹണിയോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ആഡ് ചെയ്തിട്ടില്ലെങ്കിലും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നല്ല സ്വീറ്റ് ആയിട്ടുള്ള പൊട്ടാറ്റോ ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. ഇന്ന് ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ആഡ് ചെയ്യുന്നത് ഡേറ്റ് സിറപ്പാണ്. എനിക്ക് തോന്നുന്നു ഹണി കുറച്ചുകൂടി യമ്മി ആയിരിക്കും ഡേറ്റ് സിറപ്പിനേക്കാളും ഈ ഒരു റെസിപ്പിയിലേക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് യു എൻജോയ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഒരുപാട് ആൾക്കാർ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല നല്ല കമൻറ്റ്സ് മെസ്സേജ് ആയിട്ട് ടെക്സ്റ്റ് ആയിട്ടൊക്കെ വരാറുണ്ട്. ഐ എം സോ ഹാപ്പി. മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ റിക്വസ്റ്റഡ് വീഡിയോ. പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഇത്. ആൻഡ് അൽഹംദുലില്ലാ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സജഷൻ. ആൻഡ് ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ലേസി ആയിട്ടിരിക്കുന്ന ഒരു ഡേന്ന് റിക്കവറി ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ആ ഒരു ഡേ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. ഹോപ്പ് യു എൻജോയ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. And thank you so much to those who are watching till the end. And don't forget to like, share, comment and subscribe. Thank you.